ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരായ അവിശ്വാസ പ്രമേയം തിങ്കളാഴ്ച പാർലമെന്റ് ചർച്ച ചെയ്യും. ബി.ജെ.പിയും കോൺഗ്രസും അംഗങ്ങൾക്ക് വിപ്പ് നൽകി. തിങ്കൾ മുതൽ ബുധൻ വരെ സഭയിൽ നിർബന്ധമായി ഹാജരാകണമെന്ന് അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. പി ആർ സുനിലുണ്ട് ഡൽഹിയിൽ നിന്നും. പി ആർ സുനിൽ, ഗുഡ് മോർണിംഗ്. പി ആർ സുനിൽ, സംഭവം സാങ്കേതികമാണ്. ബിർളയ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എണ്ണസംഖ്യ ഭരണപക്ഷത്തിന് തന്നെയാണ് കൂടുതൽ. പക്ഷേ എങ്കിലും ശക്തമായ പ്രതിഷേധം ഒറ്റക്കെട്ടായി അറിയിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ഈ അവിശ്വാസ പ്രമേയത്തിലൂടെ പ്രതിപക്ഷവും ലക്ഷ്യമിടുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ വിപ്പ് നൽകിയിരിക്കുന്നത്. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പി ആർ സുനിൽ? അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സാങ്കേതികമാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കത്തിനാണ് ദേശീയ രാഷ്ട്രീയം സാക്ഷിയാകാൻ പോകുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് നൽകിയ നോട്ടീസിൽ ലോക്സഭയിൽ ചർച്ച ആരംഭിക്കാൻ പോകുന്നു എന്നതാണ്. തിങ്കളാഴ്ച ഈ നോട്ടീസ് പരിഗണിക്കാൻ ഇപ്പോൾ സ്പീക്കർ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ സ്പീക്കർ തീരുമാനിക്കുമ്പോൾ 3 മണിക്കൂർ ചർച്ചയാണ് ഇപ്പോൾ അനുവദിക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭരണപക്ഷത്ത് നിന്ന് 3 അംഗങ്ങളും പ്രതിപക്ഷത്ത് നിന്ന് 3 അംഗങ്ങളും ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും. ഏതായാലും വോട്ടെടുപ്പ് നടന്നാൽ തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ ഈ അവിശ്വാസം സ്പീക്കറെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് പാസ്സാകാനുള്ള സാധ്യത കുറവാണ്. ഏതായാലും ഇതൊരു പ്രൊട്ടസ്റ്റ്, ഇതൊരു പ്രതിഷേധം എന്ന നിലയിലാണ് സ്പീക്കർക്കെതിരെ ഇങ്ങനെ ഒരു അവിശ്വാസ നീക്കം പ്രതിപക്ഷം നടത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്ത സാഹചര്യമായിരുന്നു. ആദ്യം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ അന്ന് മുൻ കരസേനാ മേധാവി ജനറൽ എം നരവനെയുടെ പുസ്തകത്തിലെ ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു രാഹുൽ ഗാന്ധി സംസാരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ സ്പീക്കർ അതിന് അനുമതി നിഷേധിച്ചു. ഭരണപക്ഷം വളരെ ശക്തമായി എതിർത്തു. തൊട്ടു പിന്നാലെ പല ദിവസങ്ങളിലും രാഹുൽ ഗാന്ധി ഈ നീക്കം നടത്തിയെങ്കിലും പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുമതി നിഷേധിച്ചു. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കാത്ത സ്പീക്കർ പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷം സ്പീക്കർക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്നത്. ആ അവിശ്വാസ നോട്ടീസാണ് ലോക്സഭ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആ അർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ദേശീയതലത്തിൽ ചർച്ചാ വിഷയമാകാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമാണ് പ്രതിപക്ഷം നടത്താൻ പോകുന്നത്. താങ്ക് യു. ഇപ്പോൾ പി ആർ സുനിലാണ് വിവരങ്ങൾ നൽകിയത്.